ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എവിടെ നിർത്തിയോ അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. DLSA. അപ്പോൾ സത്യമായിട്ടും പറയാനുള്ള ഈ DLSA കുറിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് കുറച്ചൊക്കെ പ്രോപ്പർലി മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഇൻറ്റേൺഷിപ്പിന് പോയപ്പോഴാണ് ഇതൊക്കെ അടുത്തുനിന്ന് കാണാനും അറിയാനൊക്കെ എനിക്ക് പറ്റിയത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംവിധാനം ആർക്കും ഉണ്ട് എന്നുള്ളത് അറിയൂല. ഇത്രയധികം ആൾക്കാർ അത് യൂസ് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ DLSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ആണ്. കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടോ ആരും നിയമസഹായം കിട്ടാതെ പോകരുത് എന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ പറഞ്ഞ DLSA. ഇപ്പോൾ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടും, അതായത് സൗജന്യ നിയമസഹായം കിട്ടും. അതായത് ചിലവർക്ക് സർക്കാരിൻ്റെ ചിലവിൽ അഡ്വക്കേറ്റിന് വരെ അറേഞ്ച് ചെയ്ത് തരുന്ന സംവിധാനങ്ങളുണ്ട്. പിന്നെ ഫാമിലി പ്രശ്നങ്ങൾ, പ്രോപ്പർട്ടി ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേരെ നമ്മൾ കോർട്ടിൽ പോയിട്ട് അത് വലുതാക്കാതെ മീഡിയേഷൻ വഴി സെറ്റിലാക്കാനും ഇവർ ഹെൽപ്പ് ചെയ്യും. സംസാരിച്ചിട്ട് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സമാധാനപരമായിട്ട് സോൾവ് ചെയ്യാനും പറ്റുന്നതുള്ള ഇതിനൊരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അതുപോലെ കൗൺസിലിങ്, അവയർനെസ് പ്രോഗ്രാമുകൾ, ലീഗൽ സപ്പോർട്ട്, ഇങ്ങനെ കുറേ സർവീസസുകൾ വേറെയുണ്ട്. അപ്പോൾ ഞാനും ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്താണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതും. സത്യം പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംവിധാനമാണിത്. അതുകൊണ്ടാണ് അറിയാത്തവർക്ക് കൂടിയിട്ട് യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ആർക്കൊക്കെയാണ് ഈ സർവീസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം ഉൾപ്പെടുത്താം. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.